നമസ്കാരം, എല്ലാവർക്കും മനോലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭക്തിയെക്കുറിച്ച് സംസാരിക്കാം. ഭക്തി എന്നാൽ നമുക്കറിയാം ഡിവോഷൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ എന്താണെന്നുള്ളത് ആണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭക്തി അവരുടെ ജീവിതത്തിൽ പ്രകടമാവുന്നത്. ചിലവർക്ക് അതൊരു സിദ്ധാന്തത്തിലായിരിക്കാം, ചിലവർക്ക് അതൊരു ആശയത്തോടായിരിക്കാം, ചിലവർക്ക് അതൊരു വ്യക്തിയോടായിരിക്കാം. ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പ്രാധാന്യമില്ല. ചിലവർക്കൊരു സംഘടനയായിരിക്കാം, ചിലവർക്കത് രാഷ്ട്രീയമായിരിക്കാം. എന്നാൽ നമ്മൾ കാണുന്ന ഒരു ചിലവർക്കതൊരു കലയായിരിക്കാം, ശരിയാണ്. പക്ഷേ നമ്മൾ സാധാരണ കണ്ടുപോകുന്ന ഭക്തി സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു ഈശ്വര സങ്കല്പത്തെ, അല്ലെങ്കിൽ നമ്മൾ ഭാരതത്തിലാണെങ്കിൽ നമ്മളതൊരു ഡയറ്റി സങ്കല്പമാണ് കൂടുതൽ. ഡയറ്റി എന്ന് പറഞ്ഞാൽ ദേവതാ സങ്കല്പമാണ്. പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ദേവത എന്ന് പറയുന്നത് ദൈവമാണെന്നാണ്. ദേവത എന്ന് പറയുന്നത് ഒരിക്കലും ദൈവമല്ല. ദേവതകൾ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇറ്റ് ഇസ് എ റൂട്ട് ടുവേർഡ്സ് ദ അൾട്ടിമേറ്റ്. ഒരു ചെറിയ കഥ പറയാം. നമ്മുടെ കേരളത്തിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വിൽവമംഗലം എന്നൊരു ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ഓക്കെ, ആ പണ്ട് കാലത്തുള്ള ഒരു കഥയാണത്. ഈ വിൽവമംഗലത്തിന് വളരെ ഇഷ്ടമുള്ളൊരു യുവതി ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ യുവതിയുടെ പേര് ചിന്താമണി എന്തായിരുന്നു. അപ്പോൾ കാമുകിയാണോന്ന് വെച്ചാൽ കാമുകിയല്ല, പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തു വന്നാലും വിൽവമംഗലം ആ കാമുകിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ കാമുകിയോട് വിൽവമംഗലത്തിന്. എന്നാൽ ഒരു ദിവസം ഈ കാമുകി വിൽവമംഗലത്തിന് മാത്രമല്ല, ബാക്കിയുള്ളവരെയെല്ലാം അവിടെ ആ ഒരു കാമുകി എല്ലാവരെയും പ്രീതിപ്പെടുത്തുമായിരുന്നു. ചിന്താമണിക്ക് എന്നാൽ അങ്ങനെ ഒരു വലിയ അടുപ്പമൊന്നും ഇല്ല. നമ്മൾ വേശ്യ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന ആ ഒരു പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. കാരണം പണക്കാർക്ക് മാത്രം ആഗ്രഹിക്കാവുന്ന ഒരാളായിരുന്നു ചിന്താമണി. പക്ഷേ വിൽവമംഗലത്തിന് ആരാധനയായിരുന്നു, പ്രേമമായിരുന്നു ചിന്താമണിയോട്. അങ്ങനെ ഒരു ദിവസം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്കായി, കച്ചവടത്തിന് വേണ്ടി, അന്ന് എയറോപ്ലെയിനൊന്നും ഇല്ല, അപ്പോൾ കപ്പലിൽ കയറിയിട്ടാണ് അദ്ദേഹം ഒരു വ്യാപാരത്തിന് വേണ്ടി വിദൂരത്തേക്ക് പോയത്. പോകുമ്പോൾ അവസാനമായി ഒന്നും കൂടെ കാണണമെന്നുണ്ടായിരുന്നു ചിന്താമണിയെ, പക്ഷേ നടന്നില്ല. തിരക്ക് കാരണം അദ്ദേഹം കപ്പലിൽ കയറി യാത്ര തുടങ്ങി. യാത്ര പോകുമ്പോഴെല്ലാം ചിന്താമണിയെ കുറിച്ചായിരുന്നു ചിന്ത. തിരിച്ച് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി അവസാനിപ്പിച്ചു. പുള്ളി തിരിച്ചു വരുന്നതിൻ്റെ ഇടയിലും പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തിനാ ചിന്താമണിയെ കാണാം. അത്യന്തികമായി അത്രയും ആഹ്ലാദത്തിൽ, എക്സൈറ്റ്മെന്റിൽ പുള്ളി വന്നുകൊണ്ടിരിക്കുമ്പോൾ അറ്റത്തെത്താറാവുമ്പോഴത്തേക്ക്, അതായത് കരയോട് അടുക്കാറായപ്പോഴത്തേക്കും അദ്ദേഹത്തിനൊരു സന്ദേശം കിട്ടി. അവിടെ പ്രളയം ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ. ഇപ്പോൾ ഇറങ്ങി പോകുന്നത് സാധ്യമല്ല എന്നുള്ളൊരു മെസ്സേജാണ്. പുള്ളി ആകെ ഡെസ്പറേറ്റ് ആയി. പുള്ളി ഒരു ഡിപ്രഷൻ്റെ ലെവലിലേക്ക് വരെ പോയി. കാരണം ചിന്താമണിയെ കാണാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും പുള്ളി തീരുമാനിച്ചു, ഇന്ന് എന്തായാലും ഞാൻ ചിന്താമണിയെ കണ്ടിട്ടേ ഉള്ളൂ. എന്നാൽ അവിടെ പട്ടാളവും കാര്യങ്ങളെല്ലാം, ഇദ്ദേഹം ഒരു സമ്പന്നനായതുകൊണ്ട് ഇദ്ദേഹത്തെ വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിരുന്നു. പക്ഷെ ഇദ്ദേഹം എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് വേറൊരു ദിശയിലേക്ക് നീങ്ങി ചിന്താമണിയെ കാണാനുള്ള യാത്രയായി. പക്ഷെ പലയിടത്തും വെള്ളം പൊങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും എങ്ങും ഇതുവരെ കാണാത്ത ഒരു പുഴ വളരെ ശക്തിയോടെ വെള്ളപ്പാച്ചിൽ അതിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, അതിൽ ചാടിയാൽ ജീവിക്കുമെന്നറിയില്ല. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു തടി പോലെ ഒരു തടി ഒഴുകി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ തടിയിൽ പിടിക്കാമെന്ന് കരുതി ചാടി ആ തടിയിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു മരക്കഷ്ണമല്ല, അതൊരു ഡെഡ് ബോഡി ആയിരുന്നു, ഒരു ശവശരീരമായിരുന്നു. ശവശരീരത്തിൽ മൊത്തം ലീച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീച്ചസ് എല്ലാം വിൽവമംഗലത്തിൻ്റെ ശരീരത്തിലേക്ക് കയറി. എന്നിട്ടും ആ ആഗ്രഹവും ആ ഇഷ്ടവും കൊണ്ട് അദ്ദേഹം ആ ശരീരത്തിൽ നിന്ന് പിടിവിട്ടില്ല. അദ്ദേഹം വളരെ ശക്തിയായി തന്നെ പിടിച്ച് നീന്തി അക്കരയിലേക്ക് എത്തി. സമയം സന്ധ്യയായി. എന്നാലും അദ്ദേഹം ചിന്താമണിയുടെ വീട് അന്വേഷിച്ച് വെച്ചുപിടിച്ചു. ദൂരെ അതാ ചിന്താമണിയുടെ ചെറിയ വീട് കാണാം. താഴെ വെട്ടമില്ല, മുകളിലെ മുറിയിൽ മാത്രം ചെറിയൊരു വെട്ടം കാണാനായി. എന്നാൽ ഇദ്ദേഹം പോയി ഡോറിൽ മുട്ടി 2-3 പ്രാവശ്യം. ആരും തുറക്കുന്നില്ല. ഇദ്ദേഹം നോക്കിയപ്പോൾ അവിടെ സൈഡിൽ ഒരു കയറ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറാമെന്ന് കരുതി ആ ലൈറ്റ് മുകളിലുള്ളതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കയറിൽ പിടിച്ച് കയറാൻ തുടങ്ങി.
മുക്കാൽ ഭാഗ്യം എത്തിയപ്പോഴാണ് പുള്ളി മനസ്സിലാവുന്നത് കയറല്ലായിരുന്നു, ഒരു മലമ്പാമ്പായിരുന്നു. പേടിച്ചു വരണ്ടു. എന്നാലും ചിന്താമണിയോടുള്ള ആഗ്രഹവും സ്നേഹവും ഇഷ്ടമൊക്കെ കൊണ്ട് പുള്ളി അതിനെ വിടാൻ തയ്യാറായില്ല. എന്തായാലും കുറച്ച് ദൂരമുള്ളൂ, കയറിയേക്കാന്ന് പറഞ്ഞ് ചാടിപ്പടച്ച് അദ്ദേഹം ആ മുറിയുടെ ഭാഗത്തേക്ക് കയറി. നോക്കുമ്പോൾ ചെറുതായി വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. ധ്യാനത്തിലായിരുന്നു ചിന്താമണി. ഇദ്ദേഹം വാതിൽ തുറന്നു, ചിന്താമണിയെ വിളിച്ചു. ചിന്താമണി കണ്ണുകൾ തുറന്നു. നോക്കുമ്പോൾ ആരാണെന്ന് ചോദിച്ചു. കാരണം മനസ്സിലാവുന്നില്ല. ശരീരം മൊത്തം രക്തവും അട്ടയും ഇതെല്ലാമായിട്ട് ഒരു വികൃത രൂപത്തിലാണ് പുള്ളി വന്ന് കയറിയത്. അദ്ദേഹം നടന്ന കഥകളെല്ലാം ചിന്താമണിയോട് പറഞ്ഞു. ചിന്താമണി ആ സമയത്ത് ധ്യാനത്തിലും അതേപോലെ തന്നെ ഈശ്വര സങ്കല്പത്തിലൊക്കെ ആൾ മാറിയിട്ടുണ്ടായിരുന്നു. 2-3 മാസങ്ങളെടുത്തു ബിൽവമംഗലത്തിൽ തിരിച്ചു വരാൻ. ആ സമയം കൊണ്ട് ചിന്താമണി ആൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിൽവമംഗലം തൻ്റെ കഥയെല്ലാം പറഞ്ഞു. പ്രളയം അറിഞ്ഞതും വീട്ടിലേക്ക് പോകാതെ ചിന്താമണിയെ അന്വേഷിച്ച് വന്നത്, ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അവസാനം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചിന്താമണി അദ്ദേഹത്തോട് ചോദിച്ചു, ഈ എന്നെ കാണാൻ നിങ്ങളെടുത്ത ബുദ്ധിമുട്ടി വന്ന, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷനിലും ഫോക്കസിലും നിങ്ങൾ എൻ്റെ അടുത്ത് എത്തിയതിൻ്റെ ഒരു 10% നിങ്ങൾ ഈശ്വരനെ സങ്കല്പിച്ച്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സങ്കല്പത്തിൻ്റെ ആ ദശയിലേക്ക് പോയിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് നിങ്ങൾ ബോധവാനായേനെ. അപ്പോൾ ഇത് ഒരു കഥയാണെങ്കിൽ പോലും ഈ കഥയിൽ ഈ ചിന്താമണിയുടെ വേഷം അണിഞ്ഞു നിൽക്കുന്ന ഒത്തിരി സാധ്യതകളും ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് തിങ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പണമാവാം, പെണ്ണാവാം, ആണാവാം, അല്ലെങ്കിൽ പദവിയാവാം, നമ്മുടെ കരിയറാവാം, എന്തും ആയിക്കൊള്ളട്ടെ. നമ്മൾ അതിൻ്റെ പുറകെ എല്ലാം പായുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തെക്കുറിച്ചും നമ്മളുടെ എല്ലാം സൃഷ്ടികർത്താവ്, അതായത് ഹയർ പവർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈശ്വരനോടുള്ള അകൽച്ചയാണ് സംഭവിച്ചു പോകുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത ഡയറ്റീസാണുള്ളത്, അതേപോലെ വ്യത്യസ്ത ദേവതകളാണുള്ളത്. അപ്പോൾ ഈ വ്യത്യസ്ത ദേവതകൾ എന്ന് പറയുമ്പോൾ അത് എന്താണ് അവിടെ കാണിക്കുന്നത്? കാരണം എത്രയൊക്കെ തന്നെ പാതകൾ മാറിയാലും എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന. ഇറ്റ് ഓപ്പൺസ് എ ബ്യൂട്ടിഫുൾ വിൻഡോ ഇൻ ഹൗ വേരിയസ് കൾച്ചേഴ്സ് ഹാവ് റിലേറ്റഡ് ടു ഡിവൈൻ. അതിനെ ആർക്കിടൈപ്സ് എന്നാണ് നമ്മൾ വേറൊരു രീതിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒത്തിരി അതിനെക്കുറിച്ച് പറയാനുണ്ടാവും, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ കാണാം, ചില സ്ഥലങ്ങളിൽ ചിലർ പറയുന്നത് കേൾക്കാം, ചില ഫെയ്ത്ത്, ദിസ് ഈസ് ദ ഓൺലി ഫെയ്ത്ത്, ഞങ്ങളുടെ റിലീജിയൻ മാത്രമാണ് ശരി എന്ന തെറ്റിദ്ധാരണ വളരെയധികം ചില സ്ഥലങ്ങളിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് മതപരമായ പ്രശ്നങ്ങളും ആ ഒരു കോൺഫ്ലിക്ട്സൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലീജിയനെ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ മാത്രമാണ് ശരി എന്നുള്ളത്. ഒരു ട്രൂ റിലീജിയൻ, ഒരു ട്രൂ ആയിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിശ്വാസങ്ങളെ എത്രത്തോളം ബഹുമാനിക്കുന്നു, അതാണ് ബേസിക് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. കാരണം ആ വിശ്വാസം ഇല്ലെങ്കിൽ, അങ്ങനെ പറയുന്നത് എൻ്റെ മാത്രം ശരി എന്ന് പറയുന്ന ഒരു മതം എന്തോരം ആ മതം നിലനിൽക്കാനും അതിന് എന്തോരം അറിവുണ്ടെന്നുള്ളത് സംശയവാഹമാണ്. കാരണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അത് വളരെ തെറ്റായ രീതിയിലാണത് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ ഇൻസൈറ്റാണ് ഡിഫറെൻറ്റ് റിലീജിയനിലും ഡിഫറെൻറ്റ് കൺട്രീസിലുള്ളതാണ് ഡിവോഷൻ്റെ ഡീപ്പ് റൂട്ടഡ് ഫിനോമിന എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാം ഇപ്പോൾ നമുക്കറിയാം, കടൽ എന്ന് പറയുന്നത് വലിയ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കടൽ. പക്ഷേ അതിൻ്റെ തിരമാലകൾ എന്ന് പറയുന്നതാണ് ഡയറ്റീസ്. ആ ഡയറ്റീസാണ് നമ്മളിവിടെ കാണുന്ന കൃഷ്ണയും ജീസസ് അല്ലെങ്കിൽ ശിവൻ, ഈ പറയുന്ന ഡയറ്റീസൊക്കെ അതിലാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ട്രൂ നേച്ചറിൻ്റെ തന്നെ ക്വാളിറ്റീസ് ഉള്ള ഒരു ഫിഗറാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ശ്രദ്ധിക്കാം എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നമ്മൾ ഈ ഡിവോഷണൽ പാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കൈമുതലായി വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതേപോലെ തന്നെ ഡിവോഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരാണ്. വാട്ട് ഈസ് ദിസ് റിവാർഡ് സിസ്റ്റം? റിവാർഡ് സിസ്റ്റം ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ദാറ്റ് മേക്ക് യു ഫീൽ ഗുഡ് വെൻ യു ഡു സംതിങ് ബെനിഫിഷ്യൽ ഫോർ സർവൈവൽ. അതായത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം? നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ സോഷ്യലൈസ് ചെയ്യും, നമ്മൾ വെള്ളം കുടിക്കും,
നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് ഒരു റിവാർഡ് സിസ്റ്റമാണ്. നമ്മളൊരു ആക്ട് ചെയ്ത് ആ ആക്ട് നമുക്കൊരു നിർവൃതി തരും ആ ആക്ട്. അപ്പോൾ അതേ ഒരു റിവാർഡ് സിസ്റ്റമാണ് നമ്മൾ പ്രേ ചെയ്യുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സറണ്ടർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഡിവോഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്, ഡോപ്പാമൈൻ, ഓക്സിറ്റോസിൻ, സെറാറ്റോണിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ മെയിൻലി ദീസ് ഹോർമോൺസ് ഹെൽപ്സ് ഇൻ സ്റ്റിമുലേറ്റിംഗ് ദി റിവാർഡ് സിസ്റ്റം ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. ദർ ഇസ് സംതിങ് എൽസ് കോൾഡ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ബോഡിയുടെയും മൈൻഡിൻ്റെയും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കണ്ടീഷൻ, ഇൻറ്റേർണൽ സ്റ്റേബിൾ കണ്ടീഷനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവോഷൻ ഹെൽപ്സ് ദ ബോഡി ടു സ്റ്റേ ബാലൻസ്ഡ് ആൻഡ് ഫങ്ഷൻ പ്രോപ്പർലി. കാരണം നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ഉണ്ട്, ലൈക്ക് ഹേർട്ട് ബീറ്റ്, ഡൈജഷൻ, പ്രഗ്നൻസി. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബോഡിയുടെ ടെമ്പറേച്ചർ, pH കണ്ടൻറ്റ്, വാട്ടർ ബാലൻസ്, ഗ്ലൂക്കോസ് ലെവൽസ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു മിനിമം ഒരു സ്റ്റേബിൾ ത്രെഷോൾഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ബോഡി ഒരു സിങ്ക്ലായിരിക്കണം, സിങ്ക്രോണസ് ലെവലിൽ വർക്ക് ചെയ്യണം അത്. അപ്പോൾ എന്നാലാണ് ആ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിസോൾ ആൻഡ് അഡ്രിനാലിൻ. ഇത് രണ്ട് ഹോർമോൺസിന് നമുക്കെല്ലാവർക്കും പരിചയം ഉണ്ടാവും. അത് നമ്മുടെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് വളരെയധികം ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസാണത്. അത് സ്ട്രെസ്സ് കൂടുമ്പോഴാണ് സാധാരണ വരുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഹണ്ട് ചെയ്യാൻ പോകുമ്പോഴും അതേപോലെ തന്നെ അങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും ത്രെട്ട് നമുക്ക് വരുമ്പോൾ നോർമലി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് ആ ഒരു എനർജി ബോഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തരുന്ന ഹോർമോൺസാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സ്ട്രെസ്സ് വരികയും ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റീനെ ബാധിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിവോഷൻ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മറ്റ് എന്തൊക്കെ ഗുണങ്ങളാണ് ഭക്തി കൊണ്ടുണ്ടാവുന്നത് നമുക്ക് നോക്കിയാലോ. ഒന്ന്, ഭക്തി നമ്മുടെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണിനെ പറ്റി കേട്ടിട്ടുണ്ടാവും നമ്മൾ. ഓക്സിറ്റോസിൻ ബേസിക്കലി നമ്മുടെ ബോണ്ടിങ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലവ് ആൻഡ് കണക്ഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. അതിൻ്റെ സ്ട്രെങ്തനിങ് നല്ലപോലെ കൂടുന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഒരു നമ്മുടെ ഡിവോഷണൽ എലമെൻറ്റ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇനി പറയാൻ പോണത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഞാനും വളരെ കാലം ആയിട്ട് ഈ ഒരു ഭക്തി മാർഗത്തിൽ പോവുകയാണ്, പക്ഷേ എനിക്കെന്തുകൊണ്ട് ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ സറണ്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഒരു കംപ്ലീറ്റ് സറണ്ടറിലേക്ക് എളുപ്പം തന്നെ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഈഗോനെ സറണ്ടർ ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത് എന്നെടുക്കുമ്പോഴാണ് നമ്മുടെ ഈഗോ എപ്പോഴും ബൂസ്റ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ഹയർ പവറിനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൾച്ചറിൽ വന്നിരിക്കുന്ന ആ ഒരു ഹയർ പവറിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ഹയർ പവറിനെ ആരാധിക്കുകയും ത്രൂ വേരിയസ് മീൻസ് ലൈക്ക് ജപം, തപം, സാധന, മന്ത്ര ചാൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷൻ, ഇതെല്ലാം കൊണ്ട് നമുക്ക് ഹയർ പവറായിട്ട് നമുക്ക് ആരാധിക്കാം. അതല്ലെങ്കിൽ റിച്വൽസിലൂടെ തന്നെ ആരാധിക്കാം. ഇതൊക്കെ ഓരോ മീൻസാണ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഈ റിപ്പീറ്റഡ് ഡിവോഷണൽ ആക്ടിവിറ്റീസ് നമ്മുടെ ന്യൂറൽ പാത്വേസിനെ സ്ട്രെങ്തൻ ചെയ്യും, വിച്ച് ലീഡ് ടു ലോങ് ടേം ചേഞ്ചസ് ഇൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി, റെസിലിയൻസ് ആൻഡ് ഹൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത്. അതൊരു കരുണയുടെ തന്നെ ഏറ്റവും വളരെ ഇച്ചിരിയും കൂടെ നമ്മൾ കൈൻഡ്നെസ്സിനേക്കാൾ കുറച്ചും കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു ഇമോഷനാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റിലേക്ക് എത്തണം.
അപ്പോൾ അതായത് നമ്മുടെ ഈഗോ കംപ്ലീറ്റ് ആയിട്ട് പോയി നമ്മളുടെ ഡയറ്റ് ഏതാണ് ആ ഡയറ്റിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കണക്റ്റ് ആയാലാണ് ഇതെല്ലാം സംഭവിക്കുള്ളൂ. സാധാരണ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയിട്ട് നമ്മൾ അത് വേണം ഇത് വേണം എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നതല്ല ഭക്തി. അത് തെറ്റായ ധാരണയാണ്. നമ്മൾ ഹയർ പവറിനോട് നമ്മൾ താങ്ക്ഫുള്ളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ അപ്പുറത്തേക്ക് വേറെ ഒന്നും കാണിക്കാനില്ല. കാരണം ഇന്നത്തെ ഈ ജീവിതം എനിക്ക് തന്നതിനും എനിക്ക് എന്തൊക്കെ കഷ്ടങ്ങളും ദുഃഖങ്ങളും തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് ഫേസ് ചെയ്യാനും അതെല്ലാം അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും അതിൽ നിന്ന് പുറത്തേക്ക് വരാനും ആ ചലഞ്ചസിലൂടെ ഞാൻ പോകുമ്പോൾ എനിക്ക് ഉണ്ടായ ശക്തി അതിലും താങ്ക്ഫുള്ളായിക്കൊണ്ട് ആ താങ്ക്ഫുള്ളായിട്ട് ആ ഒരു ലെവലിലാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്നെ ആ ഡയറ്റിയായിട്ട് കണക്റ്റായിട്ട് ആ ഡയറ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള മന്ത്ര ചാൻറ്റിങ് അല്ലെങ്കിൽ ജപ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വൺ പോയിൻറ്റഡ് ഫോക്കസിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ഒരു കണക്ഷൻ സംഭവിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ അങ്ങനെയാണോ ഇപ്പോൾ സാധാരണ ചെയ്തു പോകുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം അമ്പലത്തിലും പള്ളിയിലും മുറയ്ക്ക് പോകുന്നില്ല എന്ന് പോകുന്നില്ല. ഒരു റിച്വൽ പോലെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ കാണുന്നു, വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കുന്നു. കാരണം ഇതെല്ലാം സബ് കോൺഷ്യസ് ആക്ടിവിറ്റി ആയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ഇവിടെ ഫുൾ അലേർട്ട്നെസ്സിൽ ഫുൾ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ആ ഒരു സിംഗിൾ പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ പോകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഡയറ്റിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഹയർ പവറായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ബോഡിയല്ല മൈൻഡല്ല എന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ഇമോഷണലും ഡ്രാമയും മെൻ്റൽ ഡ്രാമയൊക്കെ അവസാനിപ്പിച്ച് ആ ഒരു കണക്ഷനിലേക്ക് പോയാലാണ് ഇതെല്ലാം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ എന്തിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്? ഭക്തിയുടെ പ്രാധാന്യം എന്താണ് ജീവിതത്തിൽ? കാരണം നമ്മളുടെ ഉള്ളിൽ ഞാൻ എന്ന ഭാവം തുള്ളി നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? കാരണം നമ്മളെക്കാൾ വലുത് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡോറേഷൻ, നമുക്കൊരു ആരാധന നമ്മളെക്കാൾ വലുതായ ഒരു സങ്കല്പത്തിനോട് നമുക്കുണ്ടെങ്കിൽ അതൊരു സങ്കല്പമാവണം തന്നെ ഇല്ല, അതൊരു ശരിയായ വ്യക്തിത്വമോ അല്ലെങ്കിൽ ശരിയായ ആശയമോ ആണെങ്കിൽ കൂടി നമ്മളുടെ അഹങ്കാരം അവിടെ വളരെ താഴത്തേക്ക് പോകും. ഈ അഹങ്കാരം താഴത്തേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലെ ചൈതന്യം, അതായത് സെൽഫ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു വ്യക്തിപ്രഭാവം അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ജനിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല, നമ്മളുടെ മരണം എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇതിന് ഇടയിലുള്ള കുറച്ച് സമയമാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് തരം കുടുംബത്തിലാണ് നമ്മൾ ജനിക്കുന്നത് അറിയില്ല. പക്ഷേ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എല്ലാം ഞാനാണ് എന്നുള്ളൊരു ഭാവം അറിയാതെ തന്നെ നമ്മൾക്ക് വരും. ചില സമയങ്ങളിൽ അത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഞാൻ കാരണമാണ്, എൻ്റെ തന്നെ കഴിവാണ് ആ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്നത് എന്നുള്ളത് ആണ് നമ്മളുടെയൊക്കെ ധാരണ. ഒരു ഗായകൻ നന്നായിട്ട് പാട്ട് പാടുന്നു. ഈ ഗായകൻ പാടാനുള്ള കഴിവ് ഗായകന് ജന്മനാ കിട്ടിയതാണ്. അത് ഒരിക്കലും ഗായകൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ യേശുദാസിനെ പോലെ പാടാൻ കഴിയണം. അത് പറ്റാത്തത് ആ ജന്മനാ ഉള്ള സിദ്ധി ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ആ സിദ്ധി എവിടെ നിന്ന് കിട്ടി? ആ കിട്ടുന്ന സോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ഒരു നമ്മൾക്കറിയാത്ത ഒരു ശക്തി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ശക്തിയോടുള്ള ആരാധനയാണ് ഭക്തി എന്ന് നമ്മൾ ഭാരതത്തിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മതത്തിൽ നമ്മൾ ചില മതങ്ങളിൽ 33,000 ദൈവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ 33,000 കോടി ദൈവങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ഹിന്ദു മതത്തിൽ അങ്ങനെയാണ് അതിനെ കാണിക്കുന്നത്. എന്നാൽ ഇതൊന്നും ദൈവങ്ങളല്ല, ഇതെല്ലാം ദേവതകളാണ്. ദേവകൾ എന്തിനാണ് നമ്മൾക്ക് ആരാധിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്? ഓക്കെ, ഈ ദേവതകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓരോ ദേവതയ്ക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ 8 ബില്യൺ ആൾക്കാർ, അതായത് 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ 800 കോടി ജനങ്ങൾക്കും തൻ്റെതായ വ്യക്തിത്വവും തൻ്റെതായ രീതിയിലുള്ള ഭാവവുമുണ്ട്. സോ ഈ ഭാവങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ദേവതയെ നമ്മൾ ആരാധിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? ആരാധന എന്ന് പറയുന്ന ഒരു ധാരണയാണ്. അതിൽ ജപമുണ്ടാവാം, മന്ത്രമുണ്ടാവാം,
അതേപോലെ തന്നെ ധാരണയുണ്ടാവാം. അങ്ങനെ പല രീതിയിലും നമ്മൾ ആ ഒരു ദേവതയെ ആരാധിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ദേവതയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണോ, ആ സാത്വിക ഗുണം എന്തൊക്കെയാണോ, ആ ഗുണം നമ്മൾ അറിയാതെ ഒപ്പിയെടുക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ദേവതയായിട്ട് മെർജ് ആവുകയും ദേവതയുടെ എല്ലാ ക്വാളിറ്റീസും നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിലെന്താണ് സംഭവിക്കുന്നത്? അതിൽ നമ്മളുടെ അഴുക്കുകൾ ഇല്ലാതായി പോവുകയാണ്, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം നമ്മളുടെ അഹങ്കാരം ഉണ്ടാവില്ല, നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ ബോധം വർദ്ധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾക്ക് അടുത്തതെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്, നമ്മൾ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നതല്ല അല്ലേ, ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, ദ ട്രൂത്ത് എന്നൊക്കെ പറയുന്ന അതിലേക്ക് അത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ചേരുന്നത് എന്നുള്ളതാണ് ആ ഭക്തിയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ഉദാഹരണത്തിന് രാമകൃഷ്ണ പരമഹംസന്റെ ഒരു ഉദാഹരണം പറയാം. രാമകൃഷ്ണ പരമഹംസൻ കാളി ഭക്തനായിരുന്നു, കാളിദേവിയുടെ ഭക്തനായിരുന്നു. അതീവമായിട്ട് വളരെ തീവ്രമായിട്ട് ഒന്നായി കാളിദേവിയായിട്ട് ഏത് സമയവും ധ്യാനത്തിലിരിക്കുമ്പോഴും എന്താണ് രാമകൃഷ്ണ പരമഹംസന്റെ ഗുരുവായിരുന്നു തോത്താപുരി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ കാളിയായിട്ട് ഇരിക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ കാളിയാണെന്നുള്ള ഭാവത്തിലാണ് പുള്ളി സംസാരിച്ചിരുന്നത്. എന്നാൽ കാളിയുടെ അവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. കാരണം അവിടെ നിന്ന് അടുത്ത തലത്തിലേക്ക്, അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണ് എന്നുള്ള തലത്തിലേക്ക്, അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് പിന്നെയും മുകളിലേക്ക് പോകണമായിരുന്നു. തോത്താപുരി രാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു, കാളിയുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. പറഞ്ഞൊരു വാളാണെന്ന് പറഞ്ഞു. ആ വാള് വെച്ച് കാളിയെ വെട്ടി നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു വെട്ടി ആ കാളിയെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോഴാണ് അത് അതിനപ്പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ പറ്റിയത്. അതൊരു അൾട്ടിമേറ്റ് ജമ്പാണത്. അത് നമുക്ക് ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് ചെയ്യുന്നതല്ലാതെ അതൊരു അൾട്ടിമേറ്റ് ജമ്പാണ്. അപ്പോൾ അത് എനിക്കും എക്സ്പീരിയൻസ് ഇല്ല പറഞ്ഞു തരാനായിട്ട് എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ വായിച്ച് കേട്ടതും അറിഞ്ഞതും ഇങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷേ ആലോചിക്കുമ്പോൾ ഇതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒരു കുറച്ച് ശതമാനം ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്നേ ബോധവാന്മാരായി മാറിയേനെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.